അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഈ ഒരു മോന് മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ. അല്ലാഹ് പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ അല്ലാഹ്. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. നാടിനെ മൊത്തം കണ്ണീരിലായിത്തിരിക്കുകയാണ് ഈ ഒരു പൊന്നുമോൻ, മിടുക്കനായ പൊന്നുമോൻ. അല്ലാഹ്, ആ കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. കണ്ണൂർ കാടാച്ചിറയിലാണ് ഈ സംഭവം. സ്കൂട്ടർ നിയന്ത്രണം വിട്ടിട്ടുണ്ടായ അപകടത്തിൽ ഈ ഒരു പൊന്നുമോന് മരണപ്പെട്ടുപോയി. ആ നാട്ടിലെ വീട് മൊത്തം ഇന്ന് മരണവീടായി മാറിയിരിക്കുകയാണ്. മമ്മാക്കുന്ന് ജുമാ മസ്ജിദിന് സമീപത്തെ ദാറുൽ ഹുദയിൽ താഴേക്കണ്ടി റഫീഖ് ഹുസ്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റസലാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സ്കൂട്ടർ നിയന്ത്രണം വിട്ടാണ് ഈ ഒരു പൊന്നുമോന് അതിദാരുണമായി മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ലൈസൻസ് പോലും ഇല്ലാത്ത നമ്മുടെ മക്കൾക്ക് വണ്ടി കൊടുക്കരുത് കേട്ടോ. വണ്ടി ഓട്ടുന്നവർ ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കുക. തല പോയാൽ എല്ലാം പോയി, പിന്നെ ശരീരത്തിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഈ 2 വീലറിലൊക്കെ പോകുമ്പോൾ തലക്കാണ് അപകടം സംഭവിക്കുക. അതുകൊണ്ടാണ് നിയമം കർശനമാക്കിയത്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ചെറുതായി തല ഇടിച്ചാൽ മതി, നമ്മുടെ തല അവിടെ മരിച്ചു പോകും. പിന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. നമ്മുടെ ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ തല ഇടിച്ച് തല മരിച്ചു പോയിട്ടുണ്ടാകും. അതാണ് മസ്തിഷ്ക മരണം. അത് സംഭവിച്ചാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കില്ല. തല പോയാൽ പിന്നെ എന്തിനു കൊള്ളാം മനുഷ്യനെ. അതുകൊണ്ട് എല്ലാവരും ഹെൽമറ്റ് ധരിക്കുക. ഈ ഒരു പൊന്നുമോൻ്റെ മരണത്തിൽ ആ നാട് മൊത്തം ഞെട്ടിയിരിക്കുകയാണ്. കാടാച്ചിറ മേലൂർ റോഡിൽ ഇവൻ്റെ സുഹൃത്തിനോടൊപ്പം സ്കൂട്ടറിൽ കടയിൽ പോയതായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. റോഡിലേക്ക് തെന്നി വീണ സ്കൂട്ടറിൽ നിന്നും റോഡരികിലെ ഓവുചാലിലെ സ്ലാവിൽ ആ പൊന്നുമോന് തലയിടിച്ച് വീഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് ഇത് സംഭവിക്കുന്നത്. അവിടെയുള്ള നാട്ടുകാരൊക്കെ ഓടിക്കൂടി ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സൈൻ നിസാര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. ആ ആശുപത്രിയിൽ നിന്നും സലാമത്താക്കി കൊടുക്കട്ടെ. പഠിക്കാൻ നല്ല മിടുക്കനായ പൊന്നുമോനായിരുന്നു മുഹമ്മദ് റസൽ, ഉമ്മാൻ്റെ പുന്നാര മോൻ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ മോനാണ്. ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്ത് ചെയ്യാം, പടച്ച റബ്ബിൻ്റെ വിധി ഇങ്ങനെയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. ആ പൊന്നുമോന് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതി ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, റസൽ എന്ന പൊന്നുമോനെ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. പൊന്നുമോന് മഹ്ഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ചെറിയ മോനാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. ഈ പൊന്നുമോന് നീ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നീ നൽകണേ റബ്ബേ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകിച്ച് ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.